വെൽക്കം ടു റേസ് ഏഗൺ. എന്റെ എല്ലാ മക്കൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രതിരാമേഷ്. അപ്പൊ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ കോണ്ടന്റ് വീഡിയോ. 2 മാർക്ക് പലർക്കും എന്താണ് അല്ലെ എഴുതാൻ പറ്റുന്നില്ല. ഈ മോഡലിന് പോലും ചോദിച്ചത് എന്താണ്, പല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം. 2 മാർക്ക് എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത് എന്നറിയില്ല, മിസ് അതൊന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചതിന് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് 2 മാർക്ക് എഴുതേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ആദ്യത്തെ ചോദ്യം നോക്കിയേ. അരുളില്ലാത്ത മനുഷ്യനെ ശ്രീനാരായണ ഗുരു എന്തിനോടെല്ലാമാണ് ഉപമിക്കുന്നത്? ആദ്യം അരുൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൃപ, ദയ, ഇതൊന്നും ഇല്ലാത്ത മനുഷ്യനെ എന്തിനോടാണ് ഇവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഉപമിച്ചത് എന്ന് ചോദിച്ചാൽ അത് എന്തിനോടാണ് അല്ലെ? നിഷ്ഫലമായിട്ടുള്ള ഗന്ധപുഷ്പത്തോടാണ് അല്ലെ, മണമില്ലാത്ത പുഷ്പത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, മരുവിൽ പ്രവഹിക്കുന്ന അമ്പു ജലഗണികയോടാണ് ഉപമിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രത്തോളം എന്താണ്, നമ്മൾ കൃപയില്ലാത്ത മനുഷ്യരെ ഇതിനോടൊക്കെയാണ് ഉപമിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചോളണം അല്ലെ. ഇമ്പമുള്ള മനസ്സ് നല്ല മനസ്സിനോടാണോ? അല്ല. കരുണയുള്ള ഹൃദയത്തിനോട് എന്തല്ലാന്ന് നോക്കിയാലും നമുക്ക് എന്താണ് എന്ന് കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മത്സ്യത്തിന്റെ അതിജീവന ശേഷിയെ ഏറ്റവും ഉചിതമായിട്ട് സൂചിപ്പിക്കുന്ന പ്രയോഗം. അതായത് മത്സ്യം അതിജീവിക്കുന്നത് എന്തിനോടൊക്കെയാണ് അത് ആലോചിച്ചാൽ മതി, എന്തല്ലാന്ന് നോക്കിയാലും മതി. എന്താണ്, വായ്ത്തലയേക്കാൾ മത്സ്യത്തിന് വേഗമുണ്ട്, ശരിയല്ലായിരുന്നോ? അതുകൊണ്ടാണ് വായ്ത്തലകൾക്ക് എന്താണ് മത്സ്യത്തിന് കൊടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തം എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, എന്തല്ലാന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് വയലുകൾക്ക് ഉണക്കിയെടുക്കാനായില്ല, അതിനെ പറ്റിയില്ല, നശിപ്പിക്കാൻ പറ്റിയില്ല, അതും അതിജീവനാണ്. മത്സ്യത്തെക്കാൾ കടലിന് വേഗം, അത് അതിജീവനാണോ? അല്ല. അപ്പോ എന്തൊക്കെ അല്ല എന്ന് നിങ്ങൾ നോക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. സംക്രമണം എന്ന കവിതയിൽ നൂലട്ട പോലെയുള്ള സ്ത്രീ ജീവിതത്തെ എന്തിനോടാണ്? നരബുക്കുകളായിട്ടുള്ള കടുവയോടും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ചെന്നായയെ പോലെ അല്ലെ, എന്താണ്, ഇരവളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായയെ പോലും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, കാമുകിയോടല്ലാന്ന് എന്തായാലും നമുക്കറിയാം. പിന്നെ അടുത്തത് നോക്കിയേ. ഇരുട്ടിലെ മനുഷ്യൻ അല്ലെ, നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ്. അതില് എന്താ പറയുന്നത്, കവി ആരോടൊക്കെയാണ് സംവദിക്കുന്നത്? ആരോടൊക്കെയായിരുന്നു? ഒന്ന് നോക്കിയേ. മലകളുണ്ട്, സമാധിയായിട്ടുള്ള മലകളെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ എന്താണ്, പ്രേമവേദന പാകുന്ന ഋതുക്കളോട്, ഇങ്ങനെ പ്രണയ നൈരാശ്യത്തെ സമാധിയായിരിക്കുന്ന, പ്രകൃതിയിൽ സമാധിയായിരിക്കുന്ന മലകളോടും അല്ലെ, എന്താണ്, മരിച്ചു പോയതുപോലെ ഇരിക്കുന്ന മലകളോടും കാലാവസ്ഥയോടുമാണ് സംവദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്തിലെ ഭാഷാപരമായിട്ടുള്ള, എന്തുപരമായിട്ടുള്ളതാണ്? ഭാഷാപരമാണ്. അപ്പൊ അതിൽ വ്യാകരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത അല്ലെ, പ്രത്യേകതയ്ക്ക് യോജിക്കുന്ന ഉദാഹരണം ഒന്നെന്താണ്? വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ പെരുമ്പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ ഉപമയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രാമർ ഉണ്ട്. അപ്പൊ എന്താണ്, ഉപമയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഞാൻ വെറുതെ എന്തിന് വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നത്? അത് വെറുതെ സാധാ പറയുന്നത് പോലെ അല്ല. ഗ്രാമർ എവിടെയാ ഉള്ളതെന്ന് നോക്കുക. ക്ലോക്ക് ടവറിന് മുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാലാക കണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളി പക്ഷി കണക്കെ എന്താണ്, കറങ്ങി കറങ്ങി താഴെ വീഴുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒരു വെള്ളി പക്ഷിയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ ഉപമ എവിടെയാണ്? വ്യാകരണപരമായിട്ട് എന്തിനോടെങ്കിലും ഉപമിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, പദങ്ങൾ ആവർത്തിച്ച് വരുന്നതോ, അങ്ങനെ ഗ്രാമർ ഉള്ള വരികൾ ഏതാന്ന് നോക്കുക. മറ്റേതെന്താണ്, പുസ്തകം തിന്നുന്ന പുസ്തക പുഴുക്കളാകാം, പക്ഷേ മണ്ണ് തിന്നുന്നവൻ ഞാഞ്ഞൂലായിട്ട് തീരുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ ഉപമിച്ചത് ഏതിനോടാന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്, ആ ഒരു ഭാഷാപരമായ, ഇങ്ങനെ പരമായ എന്ന് കാണുന്ന നേരം അത് ഗ്രാമർ ആണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഉപമയോ സാദൃശ്യമോ എന്തിനോടെങ്കിലും എന്താണ് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കണം നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കിയേ. ജനപ്രിയ സിനിമയുടെ പൊതു സ്വഭാവങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്? ജനപ്രിയ സിനിമ അല്ലെ, നമ്മൾ കാണുന്ന, നമുക്കൊക്കെ ഇഷ്ടമുള്ള സിനിമയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇന്നലെയൊക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച സാധനമാണ്. അപ്പൊ എന്തൊക്കെയാണ്? സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമില്ലേ? സിനിമയിൽ സംഭാഷണങ്ങൾ ഇല്ലേ അതില്? അപ്പൊ അത് തെറ്റാണ്. പിന്നെയോ, ടൈപ്പ് ഇതിവൃത്തങ്ങൾ അതിലുണ്ട്. അപ്പൊ അത് ശരിയാണ്. പിന്നെയോ, ഭൂരിഭാഗം പ്രേക്ഷകരും ആസ്വദിക്കുന്നില്ല. തെറ്റല്ലേ? എല്ലാവരും ആസ്വദിക്കുന്ന ഒരു സിനിമയാണ് ജനപ്രിയ സിനിമ. അപ്പൊ അത് തെറ്റാണ്.
എന്താണ് വാർപ്പ് മാതൃകൾ പോലുള്ള കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ അല്ല എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്ക് എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 2 മാർക്കിന്, അതായത് 1 2 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ പിക്ക് ചെയ്തു അല്ലെ, 2 എണ്ണം പിക്ക് ചെയ്തു എടുത്തു. ഇനി അടുത്തത് എന്താണ് 1 2 വാക്യത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നോക്കണം നിങ്ങൾ. ഇവിടെ പറഞ്ഞ എന്താണ് 2 ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ 2 ഉത്തരം കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എഴുതണം. 1 2 വാക്യത്തിൽ എഴുതാൻ പറഞ്ഞാൽ 1 2 വാക്യം മതി. 1 2 എന്താണ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, കൂടുതൽ വിശദീകരിച്ച് എഴുതണ്ട. സൂഫി ശ്രേഷ്ഠനും ആധ്യാത്മ ഗുരുവുമായിട്ടുള്ള നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് എന്താണ് മുഹയുദ്ദീന്റെ അപദാനങ്ങളിൽ 2 എണ്ണം, അദ്ദേഹത്തിന്റെ എന്താണ് അപദാനങ്ങളിൽ 2 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ നമുക്ക് അതിൽ എഴുതാൻ പറ്റും മക്കളെ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അപകട സ്വപ്നം കാണുന്നത് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം അല്ലെ എന്താണ് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം നൽകുന്നത്, അതുപോലെ തന്നെ എന്താണ് ഉണങ്ങിയ മരത്തിൽ കായ ഉണ്ടാവുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെതായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിനെ എന്താണ് ശ്രേഷ്ഠനാക്കുന്ന അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു ആക്കുന്നതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ എന്നെ നസീർ പരിചയപ്പെടുത്തുന്ന ഇരിങ്ങോൾ കാവിന്റെ പ്രത്യേകത എന്താണ്? നഗരത്തിന് മധ്യയുള്ള ഒരു എന്താണ് ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കാവാണ്, അല്ലെങ്കിൽ പ്രകൃതി നിറഞ്ഞിട്ടുള്ള ഒരു കാവാണ് അവിടെയുള്ളത്, വിശുദ്ധമായിട്ടുള്ള ഒരു ഇടമാണ് എന്ന് പറയണം. നഗരത്തിന് മധ്യ, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് 1 2 വാക്യത്തിൽ ഇങ്ങനെ എഴുതുക അല്ലെ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇത് നഗരമധ്യമാണ് അല്ലെ, വിശുദ്ധവും നഗരമധ്യത്തിന് നടുക്ക് വിശുദ്ധവും എന്താ പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കാവാണ് ഇരിങ്ങോൾ കാവ്. ഇങ്ങനെ ഒരു 2 വരിയിൽ ആ സാധനം നമുക്കിപ്പോ ഒറ്റ പോയിന്റ് അറിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നുകൂടെ പൊലിപ്പിച്ച് ഒരു 2 വാക്യമായിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. പരിമിതികളെ മറികടക്കാനുള്ള ആഗ്രഹമാണോ ജോനാഥനെ വ്യത്യസ്തനാക്കുന്നത്? അതെ, പരിമിതികളെ മറികടക്കാൻ അല്ലെ, സ്വന്തം എന്താണ് സ്വന്തം സമൂഹം പറക്കുന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹം എന്താണ് ആകാശത്തോളം പറക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് ആകാശത്ത് ശിഷ്യന്മാരുണ്ടായത്. ഇങ്ങനെ ഒരു 2 വരി നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ കൈപ്പാട് എന്ന എന്താണ് ആധാര ചിത്രത്തിൽ ഏറ്റവും പ്രസക്തം എന്ന് തോന്നുന്ന 2 സന്ദർഭം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 സന്ദർഭം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഒന്നെങ്കിൽ പക്ഷികൾ അവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ജീവിതം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു 2 സന്ദർഭം നിങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ ഉത്തരമായി. ഈ രീതിക്ക് കൃത്യമായിട്ട് 1 മാർക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏതല്ല എന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ആ രീതിക്ക് നിങ്ങൾ 2 മാർക്കിന്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഈ വീഡിയോ എഫക്റ്റീവ് ആണ്, ഉപകാരപ്രദമായെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് എന്താണ് അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.